ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറി ലീവ്സ്. ഇന്ന് കറി ലീവ്സിലെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മീൻ അച്ചാറാണ്. ചൂര മീനാണ് അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ മുന്നേ ആയിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ചൂര മീൻ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. ഇപ്പൊ ഇതാ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മീനൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഒരു 5-6 ടേബിൾ സ്പൂൺ ഇത് വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഈ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ മീനെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് മൂത്ത് പോണ്ട. അപ്പോൾ ഇതിനെ തിരിച്ചും മറച്ചൊക്കെ ഇട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ ചൂരമീൻ എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ വലിയ മീൻ അച്ചാറിടുന്ന ടൈപ്പ് ഏത് മീനായാലും ഇതുപോലെ തന്നെ അച്ചാറിട്ടാൽ മതി. നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ അച്ചാർ മാത്രം കൂട്ടിയാലും ചോറ് കഴിക്കാൻ പറ്റും. അത്ര ടേസ്റ്റ് ആണ്. പിന്നെ ഒരുപാട് കാലം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇപ്പൊ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി അച്ചാറിടാൻ വേണ്ടി 3 സവാള ചെറുതായിട്ട് അരിഞ്ഞ ഒരു ചോപ്പറിലിട്ട് അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി അടിച്ചെടുക്കാം. ഇതുപോലെ അടിച്ചെടുക്കുക. ഇനി അച്ചാറിടാൻ വേണ്ടിയിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത അതേ പാൻ തന്നെയാണ്. ഇതിൽ നിന്നും ആ മീൻ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഇതിന് മസാല ചൂടാവുന്നവരെ ഇളക്കി കൊടുക്കാം. ഈ നേരത്ത് എണ്ണ കുറവെന്ന് തോന്നണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം, അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ആ മസാല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയുടെ കുത്തണ മണമൊക്കെ ഒന്ന് പോകണം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി അത് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ മീനെല്ലാം ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വിനാഗിരി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പൊക്കെ ചേർക്കാം. ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ചേർക്കുകയാണ്. ഇതാണ് ഇതിന്റെ ടേസ്റ്റ് കൂടാനുള്ള ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഗരം മസാലയാണ്. അതങ്ങനെ ഇടുമ്പോഴത്തേക്കാണ് ഈ അച്ചാറിന്റെ ഒരു ടേസ്റ്റ്, നമുക്ക് വായിൽ വെള്ളം ഊറുന്ന ഒരു നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെയാണ് ഇതിന്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ അച്ചാർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്